നമസ്കാരം. പ്രപഞ്ച ശക്തിക്ക് നന്ദി. എനിക്ക് ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകണം. എനിക്ക് കുറച്ചുകൂടി നല്ലൊരു ജീവിതം വേണം. ഈ രീതിയിൽ ചിന്തിക്കുകയോ പറയുകയോ ചെയ്യാത്ത ഒരാളെങ്കിലും നിങ്ങളിലുണ്ടാകുമോ? പക്ഷേ ഇതുവരെയുള്ള ജീവിതത്തിനിടയിൽ എത്ര പേർക്ക് ആ ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? നിങ്ങൾ ഇതുവരെ മടി പിടിച്ചിരിക്കുകയൊന്നുമല്ലാതിരുന്നിട്ടും, നിങ്ങൾ സത്യസന്ധമായി പ്രവർത്തിച്ചിട്ടും, ദൈവവിശ്വാസികളായിരുന്നു എന്നിട്ടും എന്തുകൊണ്ട് ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞില്ല? എന്തായിരിക്കും അതിന് കാരണം? ചിന്തിച്ചിട്ടുണ്ടോ? ഞാനിപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങൾ ലൈക്ക് ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്തോ എന്നാണ്. ചെയ്യാത്തവർ ഒന്ന് ചെയ്തേക്കണേ. ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഒറ്റ പോയിന്റിലാണ് ആ മാറ്റം തടസ്സമായി നിൽക്കുന്നത്. അതാണ് സ്ട്രോങ് ആയ ഒരു തീരുമാനം. ഒരു മാറ്റം വേണമെന്നുള്ള വെറുമൊരു ആഗ്രഹമല്ല, ഒരു മാറ്റം നേടിയിരിക്കണമെന്നുള്ള ശക്തമായ തീരുമാനമാണ്. അത്തരമൊരു ശക്തമായ തീരുമാനത്തിന് ജീവിതത്തെ ഉയർത്താനുള്ള മാജിക് ഉണ്ട്. ഇവിടെ ശ്രദ്ധിച്ചു മനസ്സിലാക്കാനുള്ളത്, നിലവിലെ നെഗറ്റീവോ പരിമിതമോ ആയ ഒരു സാഹചര്യത്തിൽ നിന്ന് പുറത്തു കടക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, ഞാൻ ഇതിൽ നിന്ന് പുറത്തു കടക്കുകയാണ് എന്ന് നിങ്ങൾ ഉറച്ചു തീരുമാനിക്കുകയാണ്. ആ വ്യക്തവും ശക്തവുമായ തീരുമാനം, അത് നടപ്പിലാക്കാനുള്ള പവർ നിങ്ങളിലേക്ക് ഒഴുക്കും. പക്ഷേ പലരും അങ്ങനെ ഒരു ഉറച്ച തീരുമാനമെടുക്കാൻ മടിക്കുന്നതിന് കാരണം ഒരു തടവറയിലെന്ന പോലെയായി പോകുന്നത് കൊണ്ടാണ്. പരിമിതമായ ചിന്തകളുടെ തടവറ. എനിക്ക് പണത്തിന്റെ ഒരു പരിമിതിയുണ്ട്, കുറച്ചുകൂടി പണം വരട്ടെ. വീട്ടുകാരിൽ നിന്നൊരു മെന്റൽ സപ്പോർട്ട് കിട്ടുന്നില്ല, അവർ ഒന്നുകൂടി സഹകരിക്കട്ടെ, കുറച്ചുകൂടി ഒന്ന് കഴിയട്ടെ, മറ്റു ചില സാഹചര്യങ്ങളും കൂടി ഒന്ന് മെച്ചപ്പെടട്ടെ, കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് ശരിയായി വരട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പെർഫെക്റ്റായ ഒരു സാഹചര്യത്തിന് വേണ്ടി, സമയത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ്. സത്യത്തിൽ അത്തരം കാത്തിരിപ്പുകൾ സ്പിരിച്വലായ ഒരു ട്രാപ്പാണെന്നുള്ളതാണ് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കാനുള്ളത്. നിങ്ങൾ ട്രാപ്പിലാണോ? നിങ്ങൾക്ക് ആ ട്രാപ്പിൽ നിന്ന് പുറത്തു കടക്കാൻ ആഗ്രഹമുണ്ടോ? ഒന്ന് കമന്റ് ചെയ്തേക്കണേ. നിങ്ങൾ നിലവിലെ പരിമിതമായ സാഹചര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് അത് മാറാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ ആ പരിമിതമായ സാഹചര്യങ്ങൾ തുടരുകയോ അല്ലെങ്കിൽ വർദ്ധിക്കുകയോ ചെയ്യുകയുള്ളൂ. അതാണ് ലോ ഓഫ് അട്രാക്ഷൻ. നമ്മൾ എന്തിലാണോ നിരന്തരമായി ഫോക്കസ് ചെയ്യുന്നത്, അതാണ് ആകർഷിക്കുന്നത്. അതേസമയം നമ്മൾ നിലവിലെ സാഹചര്യത്തിനപ്പുറമുള്ള മികച്ച ഒരു സ്ഥിതിയിലേക്ക് എത്തണമെന്ന് ബോധമനസ്സുകൊണ്ട് ശക്തമായി തീരുമാനമെടുക്കുമ്പോൾ, ഉപബോധ മനസ്സ് ആ സാധ്യതയിലേക്കുള്ള വഴികൾ സ്വയം തേടാൻ തുടങ്ങും. അവിടെ ഒരു ചലനം സൃഷ്ടിക്കപ്പെടും. നിങ്ങളുടെ കൈവശം ഇപ്പോൾ ആവശ്യത്തിന് പണമില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. എന്നാൽ അത് ഫൈനലാണോ? അതൊരു ഫൈനലായ സത്യമാണോ? അല്ല. നിങ്ങൾ വിചാരിച്ചാൽ ഇനി എത്ര പണം വേണമെങ്കിലും സൃഷ്ടിക്കാനുള്ള പവർ നിങ്ങൾക്കോരോരുത്തർക്കുമുണ്ട്. അതാണ് നിങ്ങളുടെ സത്യം. അങ്ങനെയിരിക്കെ ഇപ്പോൾ ചുറ്റും കാണുന്ന താൽക്കാലികമായ വസ്തുതകളെയും പരിമിതമായ സാഹചര്യങ്ങളെയും ബഹുമാനിച്ച് അത് മാറാൻ വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ, അവയൊക്കെ ഏതെങ്കിലും കാലത്ത് മാറിയിട്ട് ജീവിതാവസ്ഥ ഒന്നുയർത്താമെന്നു കരുതി കാത്തിരിക്കുന്നതാണ് ആദ്യം പറഞ്ഞതുപോലെ ആഗ്രഹമുണ്ടായിട്ടും മാറ്റങ്ങൾ ഉണ്ടാകാത്തതിന് കാരണം. ഇനി മനസ്സിലാക്കുക, നിങ്ങൾ ഉദ്ദേശിച്ച ഒരു ലക്ഷ്യം വേണമെന്ന് ശക്തമായ ഒരു തീരുമാനമെടുക്കുമ്പോൾ, ആ തീരുമാനത്തിനനുസരിച്ച് നിലവിലെ സാഹചര്യങ്ങളും വസ്തുതകളും പുനഃക്രമീകരിക്കപ്പെടാൻ തുടങ്ങും. കാരണം നമ്മൾ നമ്മുടെ ബോധമനസ്സിലൂടെ നമ്മുടെ ജീവിതത്തെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഉയർന്ന അവസ്ഥയിൽ എത്തിക്കുമെന്ന് ശക്തമായ ഒരു തീരുമാനമെടുക്കുമ്പോൾ, നമ്മൾ നമ്മുടെ ഉള്ളിലെ ആ ദിവ്യമായ സത്യത്തെ പുറത്തെടുക്കുകയാണെന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ ഇതാണ് ഞാൻ, ഇതാണ് എൻ്റെ ജീവിതത്തിൽ വേണ്ടത്, ഇവിടേക്കാണ് ഞാൻ എത്തേണ്ടത് എന്ന് സ്വയം പ്രഖ്യാപിക്കുമ്പോൾ, ആ സത്യം നടപ്പിലാക്കിയെടുക്കാൻ വേണ്ടി സബ് കോൺഷ്യസ് മൈൻഡ് വർക്ക് ചെയ്യാൻ തുടങ്ങും. ഒരിക്കൽ തടസ്സങ്ങളായി നിന്ന സാഹചര്യങ്ങളും വസ്തുതകളും ഒരു മഞ്ഞുപോലെ മങ്ങി ഇല്ലാതാകുന്നതും, പലപ്പോഴും ആ തടസ്സങ്ങൾ തന്നെ ഒരു ചവിട്ടുപടികളായി മാറുന്നതും നിങ്ങൾ തിരിച്ചറിയും. അതുകൊണ്ട് നിങ്ങളുടെ ഏതു മേഖലയിലാണ് ഒരു ഉയർച്ചയും പുരോഗതിയും വേണ്ടതെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ഒരു പെർഫെക്റ്റ് ടൈമിന് വേണ്ടി ഇന്നും കാത്തിരിക്കാതെ ഇന്ന് തന്നെ ഒരു ഉറച്ച തീരുമാനമെടുക്കുക. നിങ്ങളുടെ ആ തീരുമാനം ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക. ഉദാഹരണത്തിന്, സാമ്പത്തികമായ ഒരു സ്ഥിരത കൈവരിക്കുവാൻ ഞാൻ തീരുമാനിക്കുന്നു. എൻ്റെ പൂർണ്ണ ആരോഗ്യം തിരിച്ചുപിടിക്കാൻ ഞാൻ തീരുമാനിക്കുന്നു.
എൻ്റെ ബിസിനസ് വളർത്തുവാൻ ഞാൻ തീരുമാനിക്കുന്നു. ഇനി അങ്ങോട്ടുള്ള ജീവിതം ധൈര്യത്തോടെ ജീവിക്കാൻ ഞാൻ തീരുമാനിക്കുന്നു. തീർച്ചയായും അത്തരം തീരുമാനങ്ങൾ നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ശക്തമായ ഒരു മാറ്റത്തിന് വഴി തുറക്കും. അതുപോലെ തന്നെ ഇനി പറയുന്നത് മനസ്സിൽ ഉറക്കുന്നതുവരെ ദിവസം പലതവണ ആവർത്തിക്കുക. എൻ്റെ തീരുമാനമാണ് എനിക്ക് വേണ്ടത്. എല്ലാവർക്കും മികച്ച ജീവിതത്തിന് വേണ്ടി ഒരു മികച്ച ഉറച്ച തീരുമാനമെടുത്ത് മുന്നോട്ടു പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്മകൾ നേരുന്നു. താങ്ക് യു യൂണിവേഴ്സ്.